ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. So hello guys, welcome back. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നോക്കാൻ ഡിക്കാച്ച് ടോപ്പിക്കാണ്. ഓക്കെ, സോ ഗൈസ് അപ്പോൾ നമ്മുടെ ലാൽ ഗെയിമിങ്ങിന് ഇൻട്രോ എങ്ങനെയാണ് നമുക്ക് പക്ക ക്വാളിറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നാണ് ഈ വീഡിയോയിൽ കൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ പ്രിവ്യൂ കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ പ്രിവ്യൂ കാര്യം കാണിച്ചു തരാം. സോ നമുക്ക് പ്രിവ്യൂ കാണാം. ഓക്കെ, സോ ഗൈസ് ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂ കാര്യം കണ്ടുവെന്ന് ശരിക്കും. സോ ഈ ഒരു ഇൻട്രോ ആണ് നമ്മൾ ചെയ്തെടുക്കാണ്ട് പോകുന്നത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പക്ക ക്വാളിറ്റിയിലുള്ള ഒരു ഇൻട്രോ കാര്യങ്ങളാണ്. സോ ആ ഒരു ഇൻട്രോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാണ്ട് പോകുന്നത്. സോ ആ ഒരു ഇൻട്രോ എങ്ങനെയാണ് ചെയ്യുന്നതിൽ ട്യൂട്ടോറിയൽ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഗൈസ് ഇപ്പം പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ജസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാര്യം ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. സോ നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാര്യം ഫുള്ളായിട്ട് കാണാം. ഓക്കെ, സോ ഗൈസ് ഇപ്പം പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫയലിംഗ് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അത്രയാണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു ട്യൂട്ടോറിയൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ വേണം, അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ കമൻറ്റ്സ് നോക്കി നമ്മളത് ആൻഡ്രോയിഡ് ട്യൂട്ടോറിയൽ കാര്യങ്ങൾക്ക് എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ടാവും. സോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് PC ട്യൂട്ടോറിയൽസ് കാര്യങ്ങൾ ചെയ്യുമ്പം ഫയൽ ലിങ്ക്സ് കാര്യം കൊടുക്കാത്തത്. ഓക്കെ, സോ ഗൈസും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫയൽ ലിങ്ക്സ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ PC ട്യൂട്ടോറിയലായിട്ടല്ല ചെയ്യാറ്. ഹൗ ഐ മെയ്ഡ്, അതായത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള രീതിക്കാണ് ഞാൻ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാറ്. കാരണം ഹൗ ടു മേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്യൂട്ടോറിയലാണ്. സോ നമ്മളെന്തായാലും ഫയൽ ലിങ്ക് കാര്യം കൊടുക്കണം. ഓക്കെ, സോ ചില വീഡിയോസൊക്കെ ഞാൻ അങ്ങനെ ഹൗ ഐ മെയ്ഡ് എന്നുള്ള രീതിക്ക് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില വീഡിയോസിൻ്റെയൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് ഓൺ ചെയ്യുന്നത് നമ്മളല്ല. ഓക്കെ, അതായത് നമ്മുടെ ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻവാറ്റോ എന്ന് പറഞ്ഞ ഒരു പെയ്ഡ് വെബ്സൈറ്റിൽ നിന്നാണ്. സോ ആ ഒരു വെബ്സൈറ്റിലുള്ള നമ്മുടെ ആ ഒരു ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചാനൽ നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടെംപ്ലേറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കാത്തത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം എൻവാറ്റോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയ്ഡായിട്ട് വാങ്ങാമെന്നാണ്. അതിൻ്റെ അതല്ലാതെ കൊടുക്കുന്ന ടെംപ്ലേറ്റ്സ് കാര്യങ്ങളുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ടെംപ്ലേറ്റ് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NCFX എന്ന് പറഞ്ഞ ചാനലാണ് ഈ ഒരു ടെംപ്ലേറ്റ് കാര്യം ഇട്ടിട്ടുള്ളത്. സോ നമ്മുടെ എൻവാറ്റോയിലുണ്ട്, അതുപോലെ തന്നെ NCFXലുണ്ട്. സോ NCFXൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് കാര്യം കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എൻവാറ്റോയിൽ മാത്രമുള്ള ടെംപ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെംപ്ലേറ്റ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നല്ല രീതിക്കുള്ള പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ജസ്റ്റ് റിസ്ക് എടുക്കണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സംഭവം കാര്യം ചെയ്യാത്തത്. ഓക്കെ, സോ ഇതിൻ്റെ ടെംപ്ലേറ്റ് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പറഞ്ഞ് വീഡിയോ ലെങ്തി ആക്കുന്നില്ല. സോ ജസ്റ്റ് ഒട്ടു തന്നെ സമയങ്ങളാണ് നമുക്ക് നേരെ വീഡിയോയിൽ പോകും. സോ ഗൈസും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആഫ്റ്റർ എഫക്ട്സ് കാര്യങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ PC ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ അതിന് ശേഷം ജസ്റ്റ് ആഫ്റ്റർ എഫക്ട്സ് കാര്യങ്ങൾ എടുക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് താഴെ കുറച്ച് ഭാഗം, അതായത് നമ്മുടെ സ്റ്റാർട്ടിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ കട്ടായി പോയെന്ന് കാണാൻ പറ്റും. സോ ഞാൻ സൂം ചെയ്തപ്പം ആ ഒരു ഭാഗങ്ങളൊക്കെ കട്ടായി പോയിട്ടുള്ളതാണ്. സോ നമ്മുടെ വീഡിയോയിൽ അതൊന്നും ബാധിക്കുന്നില്ല, കാരണം വീഡിയോയിൽ ആ ഒരു ഭാഗത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് കാര്യങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ അതിന് ശേഷം ജസ്റ്റ് ഇവിടെ റെൻഡർ ക്യൂ കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. സോ ഞാൻ ഡെയിലി വീഡിയോസ് അല്ലെങ്കിൽ ഡെയിലി ഇൻട്രോസ് കാര്യങ്ങളൊക്കെ റെൻഡർ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ റെൻഡർ ക്യൂ കാര്യങ്ങൾ വന്ന് കിടക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് ഇപ്പോൾ തന്നെ കളയാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ് അതിന് ശേഷം ജസ്റ്റ് ഈ ഒരു അങ്ങനത്തെ ഒരു വിൻ്റെ കാര്യങ്ങൾ വരും. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ന്യൂ പ്രൊജക്റ്റ് അടിക്കാനല്ല, നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയാം. നമ്മളിപ്പോൾ ക്ലോസ് ചെയ്ത് റെൻഡർ ക്യൂ കാര്യങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ജസ്റ്റ് ഇമ്പോർട്ട് അടിച്ച് നമ്മുടെ ആ ഒരു ഫയൽ കാര്യങ്ങൾ നമ്മൾ എടുക്കാണ്ട് പോവുകയാണ്. ഓക്കെ, സോ ആ ഒരു ഫയൽ കാര്യങ്ങൾ ജസ്റ്റ് എടുക്കുകയാണ്. സോ ജസ്റ്റ് ഫയൽ കാര്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. സോ ഇപ്പോൾ ഞാനിവിടെ ലാൽ ഗെയിമിംഗ് എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഫയൽ കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. സോ ജസ്റ്റ് ലിങ്ക് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ, അതിന് ശേഷം ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫയൽ നമുക്ക് ഈ ഒരു ആഫ്റ്റർ എഫക്ട്സിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഫയൽ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫയൽ കാര്യങ്ങൾ എടുത്ത് കഴിയുമ്പോൾ ജസ്റ്റ് അവിടെ നിങ്ങൾക്ക് സൈഡിൽ ഒരു ആരോ കാര്യങ്ങൾ കാണാൻ പറ്റും. സോ ജസ്റ്റ് ഞാൻ റെക്കോർഡർ കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഉറപ്പ് വരുത്താണ്. ആൻഡ് ജസ്റ്റ് അവിടെ നിങ്ങൾക്ക് ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഗോ കാര്യങ്ങൾ കാണാൻ പറ്റും. സോ ജസ്റ്റ് ആ ഒരു ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. കീബോർഡിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് ആ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. അതിന് ശേഷം നിങ്ങളുടെ ലോഗോ, അത് നിങ്ങളുടെ ലോഗോ കാര്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ലോഗോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആ ഒരു ടെംപ്ലേറ്റിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ആഫ്റ്റർ എഫക്ട്സിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോഗോ കാര്യങ്ങൾ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഗൈസ് ഇപ്പോൾ നമ്മുടെ ലോഗോ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യാണ്ട് പോവുകയാണ്. ജസ്റ്റ് അവിടെ എൻ്റെ കുറച്ച് ഫയൽസ് ഉള്ളതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ അവിടെ ബ്ലർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് കുറച്ച് ഫയൽസ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് കുറച്ച് ഫയൽസ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ജസ്റ്റ് ബ്ലർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ടെംപ്ലേറ്റ്സ് തന്നെയാണ്, പക്ഷേ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടെംപ്ലേറ്റ്സ് കാരണമാണ്. സോ അതുകൊണ്ടാണ് അവിടെ ബ്ലർ ചെയ്തിട്ടുള്ളത്. സോ ജസ്റ്റ് നമ്മൾ അതിന് ശേഷം നമ്മുടെ ലോഗോ കാര്യങ്ങൾ
കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്താൽ ജസ്റ്റ് ലോഗോ ഇങ്ങനെ നിങ്ങൾക്ക് വന്നായിട്ട് കാണാൻ പറ്റും. സോ ഇനി ജസ്റ്റ് ഈ ഒരു ലോഗോ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ റീസൈസ് ചെയ്യാൻ ജസ്റ്റ് ഈ രീതിക്ക് സെൻറ്ററിലോട്ട് കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ, സോ പിന്നെ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് ജസ്റ്റ് ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ നമ്മുടെ ട്യൂട്ടോറിയൽ നോക്കി അവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഫയൽ കാര്യങ്ങൾ അവർ PC-യിൽ കയറ്റുമ്പോൾ ചില ഫയൽസ്, അതായത് എസ്പെഷ്യലി നമ്മുടെ ഹിപ്സ്റ്റർ ഗെയിമിങ്ങിൻ്റെ ഒക്കെ ആ ഒരു ഫയൽ കാര്യങ്ങൾ അത് ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ എവിടെ നിന്ന് വെച്ച് കയറ്റുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അങ്ങനത്തെ കയറ്റുന്ന ഫയൽസിലൊക്കെ ഒരുപാട് ഗ്ലിച്ച് പോലെ ഒരു ലെയർ കാര്യങ്ങൾ വരുന്നതൊക്കെ നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ലെയർ കാര്യങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ലെയർ ഈ ഒരു നമ്മുടെ ലെഫ്റ്റിൽ കാണുന്ന ഒരു പാനൽ ഉണ്ടാവും. സോ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് നോക്കുക ആൻഡ് അതിനകത്ത് ഡിലീറ്റ് ചെയ്ത് നോക്കുക, ആ ഒരു ലെയർ ഡിലീറ്റ് ചെയ്ത് നോക്കുക. ആൻഡ് ശരിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലെയറിൻ്റെ പ്രശ്നമായിരിക്കും. സോ ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കയറ്റിയ ഫയലിൻ്റെ ഇഷ്യൂ ആയിരിക്കും. സോ ചിലപ്പോൾ ആ ഒരു ലെയർ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ശരിയാവാറുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു വീഡിയോക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്കൊരു ഇതിനകത്ത് ആ ഒരു ലെയർ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് എൻ്റെ ഇതിനകത്ത് ഒരു ഫയലിനകത്ത് ആ ഒരു ലെയർ കാര്യങ്ങൾ വന്ന് എനിക്ക് ഇതിനകത്ത് ഫുള്ള് ഗ്ലിച്ച് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ പ്രിവ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പം നമുക്ക് ആ ഒരു ഇത് കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ഞാനിത് പ്രിവ്യൂവിന് ഇട്ടിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് നമ്മൾ വീഡിയോ കാര്യങ്ങൾ കുറച്ചൊന്ന് സ്ലോ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ലാഗ് കാര്യങ്ങൾ പോലെ തോന്നുന്നത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രിവ്യൂ കാര്യങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് സ്ലോ ആയിട്ട് അല്ലെങ്കിൽ പ്രിവ്യൂ കാര്യങ്ങൾ കാണുമ്പോൾ എന്തായാലും ജസ്റ്റ് ഇങ്ങനെ പതുക്കെ വരുന്നത്. കാരണം ഓരോ ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് ഈ ഒരു സംഭവം കാര്യങ്ങൾ റെൻഡർ ആയിട്ട് വരുന്നത്. സോ അതുകൊണ്ട് ജസ്റ്റ് ലാഗായാലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് കറക്റ്റ് ലാഗല്ല. ഇത് നമ്മൾ റെൻഡർ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം, അതായത് ഓരോ പാർട്ട് റെൻഡർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ PC-യിൽ ഉണ്ടാവുക. ഓക്കെ, സോ നിങ്ങളുടെ PC ലോ എൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പ്രിവ്യൂ കാര്യം കാണാൻ പറ്റും. അതായത് ഈ ഒരു പ്രിവ്യൂ കാര്യങ്ങൾ കാണാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. സോ ഹൈ എൻഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് റാം കൂടി PC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമിൽ ഈ ഒരു പ്രിവ്യൂ കാര്യങ്ങൾ നിങ്ങൾക്ക് ലോഡാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ജസ്റ്റ് ഈ പ്രിവ്യൂ കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഫുള്ള് ലോഡാവുന്ന കാണിക്കുന്നില്ല, കാരണം അതൊരു ഒരു മിനിറ്റിനടുത്ത് എന്തായാലും എടുക്കും. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ജസ്റ്റ് ഇവിടെ ഒരു ഗ്ലിച്ച് ലെയർ കാര്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ലോഗോ കാര്യങ്ങൾ ജസ്റ്റ് വന്നതിന് ശേഷം ജസ്റ്റ് ഫ്ലിപ്പ് അടിച്ച് പോകുന്ന ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒരു ഗ്ലിച്ച് ലെയർ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കളയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് നമ്മുടെ ലെഫ്റ്റിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാര്യം കാണാറുണ്ട്. സോ ഇവിടെ ആ ഒരു ഗ്ലിച്ച് ലെയർ കാര്യങ്ങളുണ്ട്. സോ ഞാൻ ഡിലീറ്റ് ആക്കി നോക്കി കഴിഞ്ഞിട്ടും ആ ഒരു ഗ്ലിച്ച് പോയിട്ടില്ല. ആൻഡ് ഇവിടെ താഴെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. സോ അതിനകത്ത് ഗ്ലിച്ച് ലെയർ ഉണ്ടോ എന്ന് നോക്കാം, അതായത് ജസ്റ്റ് ആ ഒരു രീതിക്ക് വരുന്ന ലെയർ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ ഞാൻ ലെഫ്റ്റിൽ തന്നെ നോക്കിയപ്പോൾ അവിടെ വേറൊരു ലെയർ കൂടി ഉണ്ടായിരുന്നു. ജസ്റ്റ് ആ ഒരു ലെയർ കാര്യങ്ങൾ ഞാൻ ഡിലീറ്റ് ആക്കിയപ്പോൾ നമ്മുടെ ഗ്ലിച്ച് കാര്യങ്ങൾ പോയിട്ടുണ്ട്. സോ അത്രയാണെന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ അത് നിങ്ങളുടെ ആ ഒരു ലെയർ ഉണ്ടാവും. സോ അത് ഡിലീറ്റ് ആക്കി പോയി കഴിഞ്ഞാൽ പോവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ലെയർ കാര്യങ്ങൾ വേറൊരു ഫയൽ കാര്യങ്ങൾ കയറ്റേണ്ടി വരും. സോ ജസ്റ്റ് ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അത് നിങ്ങളുടെ PC-യുടെ പ്രശ്നമായിരിക്കും. അതായത് മെയിൻലി PC-യുടെ അല്ലെങ്കിൽ ആ ഒരു ഫയൽ കൊടുക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. സോ ജസ്റ്റ് ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, സോ നമ്മുടെ ലാൽ ഗെയിമിൻ്റെ PC എന്ന് പറഞ്ഞാൽ ലാൽ ഗെയിമിൻ്റെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ കാര്യം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ. സോ ഇത്രയാണ് നമ്മുടെ ആ ഒരു ഇൻട്രോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലാണ്. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എൻ്റെ അധികം ടൈം കാലം എടുക്കുന്ന പരിപാടിയൊന്നുമല്ല. സോ ജസ്റ്റ് ഞാനിവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തു, ആഡ് റെൻഡർ ക്യൂ അടിച്ചു, ഫയൽ നെയിം കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ അവിടെ കൊടുക്കുകയാണ്. ഫയൽ നെയിം കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റെൻഡർ അടിക്കുകയാണ്. ഓക്കെ, സോ എൻ്റെ ഈ ഒരു PC-ക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 7 മിനിറ്റ് 6 മിനിറ്റൊക്കെയാണ് ഈ ഒരു ഇത് കറക്റ്റായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ. കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ടില്ല, ഏകദേശം ടൈമിംഗ് ആണ് പറയുന്നത്. അതായത് ഈ ഒരു ഫയൽ കാര്യം റെൻഡർ ചെയ്യാനായിട്ട് ഇത്രയും ടൈം കാര്യങ്ങളാണ് ഓൾമോസ്റ്റ് എടുക്കുന്നത്. കറക്റ്റ് എക്സാക്ട് ടൈം അല്ല ഞാൻ പറയുന്നത്. സോ ഓൾമോസ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ടൈമാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഫയൽ കാര്യങ്ങൾ റെൻഡർ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യണം, കാരണം അത് കുറച്ചധികം ഫയൽ സൈസ് കാര്യങ്ങളുണ്ടാവും. സോ അതിപ്പം ചെറിയൊരു ഫയലായാലും കുറച്ചധികം ഫയൽ സൈസ് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, സോ ജസ്റ്റ് അത് നമുക്കൊന്ന് റെൻഡർ ചെയ്തെടുക്കണം. സോ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം കാര്യങ്ങൾ ചെയ്യുന്നത്. സോ നമ്മൾ പ്രീമിയം പ്രോ കാര്യങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 4 വിൻഡോ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. സോ ജസ്റ്റ് നമ്മുടെ ഏറ്റവും താഴത്തെ ആ ഒരു വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ഇൻട്രോ എവിടെയാണ് നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രോ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് എടുക്കുക. ഓക്കെ, സോ അതിനുശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻട്രോ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് വരും, അതായത് നമ്മുടെ മുകളിലുള്ള ആ ഒരു ബാറിലോട്ട് വരും. സോ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിന് പ്രിവ്യൂ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. സോ ഇതിപ്പോൾ ഞാൻ രണ്ടാമത് അല്ലെങ്കിൽ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലെയറാണ് നമ്മുടെ ഗ്ലിച്ചുള്ള ആ ഒരു വീഡിയോ കാര്യങ്ങളാണ്. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ അത് മാറ്റുകയാണ്. അത് മാറ്റിയതിന് ശേഷം നമ്മുടെ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഗ്ലിച്ചില്ലാത്ത വീഡിയോ കാര്യങ്ങൾ ഞാൻ എടുക്കുകയാണ്. സോ ആ ഒരു ഗ്ലിച്ചില്ലാത്ത വീഡിയോ കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇത് സിമ്പിളാണ്. ഈ ഒരു പ്രീമിയം പ്രോയിൽ ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം കാര്യങ്ങൾ വളരെ ടഫായിട്ടുള്ള കാര്യമാണെന്നുള്ളത്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ ഈ പ്രീമിയം പ്രോയിൽ ഈ ഒരു സംഭവം കാര്യങ്ങൾ കംപ്രസ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഇവിടെ എടുക്കുക ആൻഡ് ആ ഒരു മുകളിലുള്ള ആ ഒരു ബാറിലോട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം വരും. സോ അതിനുശേഷം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ടൈം ലൈനിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സംഭവം കാര്യങ്ങൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സോ അത്രയാണ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ. സോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ സൂം ചെയ്യാവുന്നതാണ്. സോ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൂം ചെയ്യേണ്ട, കറക്റ്റായിട്ട് ആണെന്നിരിക്കുന്നുണ്ടെങ്കിൽ സൂം ചെയ്യേണ്ട. ഓക്കെ,
ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണ്. സോ ഈ ഒരു സംഭവം എക്സ്പോർട്ട് ചെയ്യണം. അതിന് ഫയലിൽ പോവുക, ജസ്റ്റ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഫയൽ സൈസ് കാര്യം കാണാൻ പറ്റും, അതിൻ്റെ അതുപോലെ തന്നെ നെയിം കാര്യം കാണാൻ പറ്റും. സോ അനുസരിച്ച് എക്സ്പോർട്ട് ചെയ്യാൻ എക്സ്പോർട്ട് ചെയ്ത് 1 മിനിറ്റിന് താഴേക്ക് എന്തായാലും എക്സ്പോർട്ട് ടൈം എടുക്കുകയുള്ളൂ. കാരണം 1 GB ഫയൽ എക്സ്പോർട്ട് ചെയ്യാണ്ട് എനിക്ക് ഈ ഒരു PC യിൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 3 മിനിറ്റൊക്കെയാണ്, 3 മിനിറ്റ് മാക്സിമം ആണ്. ഓക്കെ, സോ ചിലപ്പം പെട്ടെന്ന് ആവാറുണ്ട്. സോ അത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രോ കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ എത്രയാണ് നമ്മുടെ ഈ ഇൻട്രോ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ ഗൈസ്, അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്ക് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എളുപ്പത്തിൽ നമ്മുടെ ആൻഡ്രോയിഡിൽ ചെയ്തെടുക്കാൻ പറ്റും. സോ അതിൻ്റെ ട്യൂട്ടോറിയൽ കാര്യങ്ങൾ എന്തായാലും നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ ജസ്റ്റ് അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കുക. ആൻഡ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ ഫയലിംഗ് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഫ്രീ ഫയർ മെഡൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.